ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റമാണ് കണ്ടത്. നെക്സ്റ്റ് നമുക്ക് ക്ലാസിക്കൽ വേഴ്സസ് പബ്ലിക് കീ. ക്ലാസിക്കൽ ക്രിപ്റ്റോ സിസ്റ്റം എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലാസിക്കൽ ക്രിപ്റ്റോ സിസ്റ്റം അല്ലെങ്കിൽ പ്രൈവറ്റ് കീ ക്രിപ്റ്റോ സിസ്റ്റം അല്ലെങ്കിൽ സിമെട്രിക്കൽ ക്രിപ്റ്റോ സിസ്റ്റം, which mean a crypto system in which once the enciphering information is known, the deciphering transformation can be implemented in approximately the same order of magnitude of time as the enciphering transformation. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൽ ആ ഒരു പബ്ലിക് കീസ് ഉണ്ടാവില്ല. ഇതിൽ എന്താണോ എൻസിഫറിങ് ട്രാൻസ്ഫോർമേഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിഫറിങ് ട്രാൻസ്ഫോർമേഷനും ഒക്കുർ ചെയ്യുന്നുണ്ടാവും. അത് ആ ഒരാൾക്ക് മാത്രം അറിയാവുന്ന ആ ഒരു എങ്ങനെയാണ് എൻസിഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെസിഫർ ചെയ്യുന്നുള്ളത് ആ അയച്ച ആൾക്ക് മാത്രം അറിയാവുന്ന രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് വ്യത്യാസം. പബ്ലിക് കീയിൽ നമ്മൾ പറഞ്ഞു ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മുഴുവനും അതിലെ കീകൾ അറിയുന്നുണ്ടാവും. സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ്, അതായത് ഡെസിഫർ ചെയ്യാനുള്ളത് മാത്രമാണ് സ്വന്തമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുള്ളൂ. ബാക്കിത്തെ എല്ലാ കാര്യങ്ങളും എൻസിഫർ ചെയ്യാനുള്ള കീസും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇനി എന്താണപ്പോൾ നമ്മുടെ പ്രൈവറ്റ് കീയിൽ ക്ലാസിക്കൽ ക്രിപ്റ്റോ സിസ്റ്റത്തിലാണ് ഒതൻറ്റിക്കേഷൻ എന്നുള്ള ഒരു ഭാഗം വരുന്നത്. ഒതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരാൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിൻ്റെ താഴെ ഒരു സിഗ്നേച്ചർ, അയാളുടെ സിഗ്നേച്ചർ ഇടണം എന്ന് വിചാരിക്കുക. നമുക്കറിയാം സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരാളുടെ വേറൊരാൾക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യമാണ്, അല്ലെങ്കിൽ അത് അയാളുടെ ഐഡൻറ്റിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്, സപ്പോസ് ഒരു കോർപ്പറേറ്റ് പേഴ്സൺ, ഒരു ഓഫീസർക്ക് ഒരു ബാങ്കിൽ നിന്ന് അയാൾ നേരിട്ട് ചെല്ലാതെ, അതായത് സൈൻ ഇല്ലാതെ മണി എടുക്കണമെന്ന് വിചാരിക്കുക. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അയാളുടെ മണി ബൈ എ ഒരു ടെലിഫോണിൽ കൂടി സംസാരിച്ച് ആ ഒരു മണി ട്രാൻസാക്ഷൻ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ബാങ്കുകാർ സ്വാഭാവികമായിട്ടും ബാങ്കുകാർക്ക് അവർ തമ്മിലൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു എക്സാമ്പിളൊക്കെ ആണെങ്കിൽ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും അവർ ആ ഒരു കോഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് അവർക്കും ബാങ്കിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അവർക്ക് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും നേരിട്ട് ചെല്ലാതെ തന്നെ മണി ട്രാൻസ്ഫർ ചെയ്യാനുമായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ആ പേഴ്സണിനും ആ സിസ്റ്റത്തിനും മാത്രം അറിയാവുന്ന എന്തെങ്കിലും ഒരു സീക്രട്ട് കോഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിലാണ് എങ്കിൽ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിലാണ് എങ്കിൽ എല്ലാ കോഡുകളും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ നമ്മളൊരു രണ്ട് പേരുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് എന്താണ് ആ സീക്രട്ട് കോഡ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ നോക്കാം, എക്സാമ്പിൾ നോക്കാം. In public key cryptography, there is especially easy to identify oneself in such a way that no one could be simply pretending to be you. പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ എൻസിഫറിങ് കീസ് എല്ലാം എല്ലാവർക്കും അറിയാമെങ്കിലും, അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാളുടെ സിഗ്നേച്ചർ വേറെ ആൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാത്ത വിധത്തിൽ ഓരോരുത്തരെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിളിൽ കൂടി പറയാനായിട്ട് പോണത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 പേര് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ആലീസും ബി എന്ന് പറയുന്നത് ബോബും ആയിട്ട് എടുക്കുകയാണ്, 2 യൂസേഴ്സ് ഓഫ് ദി സിസ്റ്റം. അതുപോലെ ഒരുപാട് യൂസേഴ്സ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. FA be the enciphering transformation for which any user of the system sends a message to Alice and FB be the same for Bob. അപ്പോൾ ഇതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആലീസിന് മെസ്സേജ് ചെയ്യാനാണ് എങ്കിൽ FA എന്നുള്ള എൻസിഫറിങ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. അതല്ല നമുക്ക് ബോബിനാണ് മെസ്സേജ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ FB എന്നുള്ള എൻസിഫറിങ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യണം. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. പക്ഷേ ഈ FAയും FBയും അല്ലെങ്കിൽ വേറൊരാളുണ്ടെങ്കിൽ FCയും ഒക്കെ എല്ലാവർക്കും ആ എൻസിഫറിങ് ട്രാൻസ്ഫോർമേഷൻസ് ഓരോരുത്തരുടെ എന്താണെന്നുള്ളത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നുണ്ടാവും. ഓക്കെ, suppose we shall assume that the set P of all possible plain text message units and the set C of all possible ciphertext message units are equal and are the same for all users.
പ്ലെയിൻ ടെക്സ്റ്റിൻ്റെയും മെസ്സേജ് യൂണിറ്റ്സും അതുപോലെ സൈഫർ ടെക്സ്റ്റിൻ്റെ മെസ്സേജ് യൂണിറ്റും ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും സെയിം ആയിരിക്കും. ലെറ്റ് പി ബി ആലീസ് സിഗ്നേച്ചർ. ഇറ്റ് കുഡ് ബി എ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ സം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ടൈം ഓഫ് മെസ്സേജ്, എന്ത് വേണമെങ്കിലും ആവാട്ടോ. കറക്റ്റ് ആ സിഗ്നേച്ചർ എന്നുള്ളത് ഉദ്ദേശിച്ചത് ഒപ്പ് എന്നുള്ളതല്ല, എന്തെങ്കിലും നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇൻഫർമേഷനോ അങ്ങനെയുള്ളതാവാം. ആളുടെ ഐഡൻറ്റിറ്റീനെ കാണിക്കാനായിട്ടുള്ള ഒരു രേഖ, അത് ഒപ്പാവാം, സീക്രട്ട് കോഡാവാം, അങ്ങനെ എന്തെങ്കിലും. It would not be enough for Alice to send Bob the encoded message FB of P, since everyone knows how to do that. അപ്പോൾ ആലീസ് ബോബിന് അയക്കുന്ന മെസ്സേജാണ് എങ്കിൽ അത് ആലീസ് അയച്ചത് തന്നെയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. കാരണം ബോബിന് എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടത്, ആ FB എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ആലീസ് അയച്ച മെസ്സേജ് തന്നെയാണോ എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ആലീസിൻ്റെ എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ ആ മെസ്സേജിനകത്ത് ഉണ്ടായിരിക്കണം. എന്നാലാണ് അത് ആലീസ് അയച്ചതാണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ സം അനദർ പേഴ്സൺ സി ഉണ്ട് എങ്കിൽ സിക്കും ഈ FB എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നറിയാം. അപ്പോൾ ആലീസ് എന്നുള്ള രീതിയിൽ, ആലീസ് അയക്കുന്നതെന്നുള്ള രീതിയിൽ സി എന്ന് പറയുന്ന ഒരാൾ ബോബിന് മെസ്സേജ് അയച്ചാലും അത് ആലീസ് തന്നെയാണോ എന്ന് ബോബിന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലീസാണ് മെസ്സേജ് അയക്കുന്നത് എങ്കിൽ ആലീസാണ് എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി അവിടെ വ്യക്തമാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സോ ദർ വിൽ ബി നോ വേ ഓഫ് നോയിങ് ദാറ്റ് ദ സിഗ്നേച്ചർ വാസ് നോട്ട് ഫോർഗഡ്. അപ്പോൾ ആലീസ് അങ്ങനെ വേറൊരാൾ അയച്ച മെസ്സേജ് കണ്ടുപിടിക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. മീൻസ് അത് വ്യാജമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് വ്യാജമാവാനായിട്ടുള്ള, അതായത് വേറൊരാൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല. എങ്ങനെയാണ് എങ്കിൽ ആലീസിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അവിടെ വെക്കുകയാണ് എങ്കിൽ വേറൊരാൾക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആലീസ് വെച്ചിരിക്കണം, എന്നാൽ മാത്രമാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ല ജസ്റ്റ് അതൊന്നും ഇല്ലാതെ വെറുതെ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് പറയുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓർ എൻഡ് ഓഫ് ദ മെസ്സേജ് ആലീസ് ട്രാൻസ്മിറ്റ്സ് FBFA inverse of P. Then when Bob deciphers the whole message including this part by applying FB inverse, he finds that everything has become plain text except for a small section of gibberish which is FA inverse of P. ഇപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് ആലീസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അതിൽ ആ മെസ്സേജിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ ഇൻ ബിറ്റ്വീനിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ചേർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, FBFA ഇൻവേഴ്സ് ഓഫ് P. ആക്ച്വലി FB മാത്രം മതി ബോബിന് മെസ്സേജ് ചെയ്യാൻ, FB ഓഫ് P മതി ബോബിന് മെസ്സേജ് ചെയ്യാൻ. സപ്പോസ് തുടക്കത്തിലോ അവസാനത്തിലോ എവിടെയെങ്കിലും ആലീസിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ FBFA ഇൻവേഴ്സ് ഓഫ് P എന്നുള്ളത് ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ ഈ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ ബോബ് ഇത് ഡെസിഫർ ചെയ്യുന്ന സമയത്ത് ബോബ് FB ഇൻവേഴ്സ് വെച്ചിട്ടാണ് ഡെസിഫർ ചെയ്യുക. ഈ FBയും FA ഒക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇൻവേഴ്സുകൾ അതാത് ആൾക്കാർക്ക് മാത്രമേ, ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ ബുദ്ധിമുട്ട്, ആ ഇൻവേഴ്സുകൾ അവരവർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പം ബോബ് ഇത് മീൻസ് ഡെസിഫർ ചെയ്യുന്ന സമയത്ത് FB ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ബോബ് ഇത് ഡെസിഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു ടെക്സ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം ബോബ് ഡെസിഫർ ചെയ്തിട്ടുണ്ടാവും. ഇത് മാത്രം ബോബിന് ഡെസിഫർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഈ FA ഇൻവേഴ്സ് ആരാണ്, ആലീസിന് മാത്രം അറിയുള്ളൂ, ആലീസിന് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് മാത്രം ബോബിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെസിഫർ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഭാഗം മാത്രം ക്ലിയർ ആവില്ല. ഇനി പക്ഷേ ബോബിന് എന്തറിയാം, ബോബിന് FA അറിയാം, ആലീസിന് എങ്ങനെ മെസ്സേജ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോബ് എന്ത് ചെയ്യും, FA അപ്ലൈ ചെയ്ത് നോക്കും. ആദ്യം FB ഇൻവേഴ്സ് അപ്ലൈ ചെയ്യും. FB ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ FB ഇൻവേഴ്സ് FB എന്നുള്ളത് പോയിട്ട് ബാക്കി FA ഇൻവേഴ്സ് ഓഫ് P എന്നുള്ളത് കിട്ടും. FA ഇൻവേഴ്സ് ഓഫ് Pയിൽ വീണ്ടും ബോബ് FA അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ അത് കറക്റ്റ് FA അപ്ലൈ ചെയ്താൽ മാത്രമാണ് ബോബിനത് P എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. വേറൊരാൾ അയച്ച മെസ്സേജാണ് എങ്കിൽ FA അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പോൾ FA അപ്ലൈ ചെയ്യുമ്പോൾ C ആണ് മെസ്സേജ് അയച്ചതെങ്കിൽ Cക്ക് FA ഇൻവേഴ്സ് അറിയില്ലല്ലോ. അപ്പോൾ കറക്റ്റ് മെസ്സേജ് അവിടെ കിട്ടണമെങ്കിൽ FA അപ്ലൈ ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഐഡൻറ്റിഫിക്കേഷനായിട്ട് പറയുന്നത്. FA അപ്ലൈ ചെയ്താൽ ഇത് കറക്റ്റ് മെസ്സേജായിട്ട് ബോബിന് റീഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അത് ആലീസ് അയച്ചത് തന്നെയാണ് എന്നുള്ളത് അതിൽ നിന്ന് ക്ലിയർ ആവും. അപ്പോൾ അത് വേറൊരാൾക്ക് എന്താ പറയുക, വ്യാജ സന്ദേശമായിട്ട് അയക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന കാര്യം. സിൻസ് ബോബ് നോസ് ദ മെസ്സേജ് ഈസ് ക്ലെയിംഡ് ഫ്രം ആലീസ്, ഹി അപ്ലൈസ് FA വിച്ച് ഹി നോസ് സിൻസ് ആലീസ് എൻസിഫറിംഗ് കീ ഈസ് പബ്ലിക് ആൻഡ് ഒബ്റ്റൈൻസ് P. Since no one other than Alice could have applied the function FA inverse which is inverted by FA, he knows that the message was from Alice. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ ബോബ് ഇത് ആലീസ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത്. കാരണം FA ഇൻവേഴ്സിനെ ഇൻവേർട്ട് ചെയ്യാൻ FA തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. FA അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇൻവേർട്ടായി കറക്റ്റ് മെസ്സേജ് വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അത് ആലീസ് അയച്ചു തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. വേറൊരാളാണ് എങ്കിൽ അങ്ങനെ കിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷനും ഇതുപോലെ തന്നെ അവരവരുടെ ഐഡൻറ്റിറ്റി ഇയാൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനായിട്ട്, അയച്ച ആളും അത് റിസീവ് ചെയ്ത ആളും അയച്ചത് ഇയാൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് യൂസ് ചെയ്ത വേറൊരു മെത്തേഡാണ് ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷനിൽ മൊത്തത്തിലായി ഇതിനെ നമ്മൾ അയക്കുന്ന മെസ്സേജിൽ, ഇപ്പോൾ ഇതിൽ മുമ്പ് പറഞ്ഞ കാര്യത്തിൽ ഒരു പാർട്ടിൽ എവിടെയെങ്കിലും സ്റ്റാർട്ടിങ്ങിലോ ബിഗിനിങ്ങിലോ മീൻസ് എൻഡിങ്ങിലോ എവിടെയെങ്കിലും അങ്ങനൊരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഹോൾ മെസ്സേജിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എ കോമൺ വേ ടു സൈൻ എ ഡോക്യുമെൻറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാഷ് ഫംഗ്ഷൻ. എ ഹാഷ് ഫംഗ്ഷൻ ഈസ് ഈസിലി കമ്പ്യൂട്ടബിൾ മാപ്പ് ഫ്രം F ഫ്രം X to H ഫ്രം എ വെരി ലോങ് ഇൻപുട്ട് X ടു എ മച്ച് സ്ട്രോങ്ങർ ഔട്ട്പുട്ട് H. X ആണ് നമ്മൾ കൊടുക്കുന്ന ആ ഇൻപുട്ട് മെസ്സേജ്, H ആണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനായിട്ട് മീൻസ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്, വായിച്ച് നോക്കാം. അപ്പോൾ അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്കും അത് അയക്കാനും പറ്റില്ല, അത് ടാമ്പർ ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഹോൾ മെസ്സേജിനെ ആക്കി കൺവേർട്ട് ചെയ്യാൻ, ഹോൾ ഇൻപുട്ട് എന്താണോ മെസ്സേജ് അയക്കുന്നത് അതിനെ മൊത്തത്തിൽ H എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ രണ്ട് പേർക്കും അത് റിമൂവ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഡെസിഫർ ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവും, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതിയിട്ട് അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും. അടുത്തതാണ് കീ എക്സ്ചേഞ്ച്. കീ എക്സ്ചേഞ്ച് എന്നുള്ള ഹെഡിങ്ങിൽ പറയുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ഫോർ സെൻഡിങ് മെസ്സേജ് ടെൻസ് ടു ബി സ്ലോവർ ടു ഇംപ്ലിമെൻറ്റ് ദാൻ എ ക്ലാസിക്കൽ ക്രിപ്റ്റോ സിസ്റ്റം ദാറ്റ് ആർ ഇൻ കറണ്ട് യൂസ്. ദ നമ്പർ ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് യൂണിറ്റ്സ് പെർ സെക്കൻഡ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഈസ് ലെസ്. However, even if network of users feels attached to the traditional type of crypto system, they may be want to use public key crypto system in auxiliary capacity to send another keys K equal to KE and KD for the classical system. ഒരു അതായത് എന്താ പറയുക, പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇത് മെറിറ്റ് പറഞ്ഞിരിക്കുകയാണ്. മറ്റതുമായിട്ട് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആണ് എങ്കിലും ക്ലാസിക്കൽ ക്രിപ്റ്റോ സിസ്റ്റം പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിലാവുമ്പോൾ നമുക്ക് എൻസിഫറിംഗ് കീ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, മറ്റേതാണ് എങ്കിൽ ആ യൂസ് ചെയ്യുന്ന പേഴ്സണ് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ.